ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ SSC RRB പരീക്ഷകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പിൻ്റെ ഒരു ഷോർട്ട് കട്ട് നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. റേഷ്യോ പ്രൊപ്പോർഷൻ ചാപ്റ്റർ. വാട്ട് ഷുഡ് ബി ആഡഡ് ടു ഈച്ച് ഓഫ് ദ 4 numbers 9, 3, 12 to make them proportional. നമുക്കറിയാം പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താ, 4 നമ്പേഴ്സ് വന്നിട്ട് ABCD, അത് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം A:B എന്ന് പറഞ്ഞ റേഷ്യോയും C:D എന്ന് പറഞ്ഞ റേഷ്യോ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പോഴാണ് പ്രൊപ്പോർഷണൽ. ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ നമ്പേഴ്സ് പ്രൊപ്പോർഷണൽ ആണെന്നല്ല, ഇതിൻ്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ അത് പ്രൊപ്പോർഷണൽ ആവും. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതാണെന്ന് ചോദ്യം. അതായത് നമുക്കറിയാം ഈ 9, 13, 12, 17 കൂടെ ഒരു X എന്ന് പറയുന്ന നമ്പർ, അതായത് 9 + X അതുപോലെ തന്നെ 13 + X എന്തിന് റേഷ്യോ എന്തിന് ഈക്വൽ ആയിരിക്കണം, 12 + X ഡിവൈഡഡ് ബൈ 17 + X. ഇത് സോൾവ് ചെയ്തിട്ട് X കണ്ടുപിടിക്കലാണ് നമ്മുടെ ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയുന്നതാണ്. പക്ഷേ ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് 2-3 രീതി ചെയ്യാം. ഒന്ന്, ഈ ഡയറക്റ്റ് X വാല്യൂ ആണ് ക്വസ്റ്റനിൽ ചോദിച്ചെങ്കിൽ ഏറ്റവും ബെറ്റർ എന്താ, ഓപ്ഷൻ നോക്കിയിട്ട് ചെയ്യാം. ഏറ്റവും ബെറ്റർ ഈ കാണുന്ന 2, 3, 4, 5 ഈ ഓപ്ഷൻ ഇടുക, ഓരോന്ന് ഇട്ട് നോക്കുക. അതിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഇടുമ്പോൾ മനസ്സിലാവും. ഈ 3 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ 9ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 12 കിട്ടും, 13ന്റെ കൂടെ 16 കിട്ടും, 12ന്റെ കൂടെ 15 ആവും, 17ന്റെ കൂടെ 20 ആവും. നോക്കിയേ, ഈ 2 റേഷ്യോ എന്താണ്, സെയിം ആണ് അല്ലേ? ഈ 2 റേഷ്യോ സെയിം ആണ്. അപ്പോൾ നമുക്ക് ആൻസർ അതാന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ഒന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ഈ കാണുന്ന ഈ നമ്പർ നമുക്ക് ഇതെന്ത് ചെയ്യാൽ മതി, സോൾവ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ വേറെ ഷോർട്ട് കട്ട് എന്താ, ഞാൻ ഷോർട്ട് കട്ട് ശ്രദ്ധിക്കുക. ഇത്രേ ഉള്ളൂ. അതായത് നിങ്ങൾ ഇപ്പോൾ നമ്പർ ഫസ്റ്റ് 9 അല്ലേ, 9 + X എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ 17ന്റെയും 12ന്റെയും ഡിഫറൻസ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ 9 + X എടുത്താൽ പിന്നെ 13 അല്ല, സോറി 9 എടുത്തു കഴിഞ്ഞാൽ പിന്നെ 12 + X എടുക്കുക. 12 + Xനെ 13ന്റെ 9ന്റെ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 2 സാധനം ഈക്വൽ ആയിരിക്കും. ഇത് സോൾവ് ചെയ്താൽ ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ കോമ്പണന്റോട് ഇവിടെ വെച്ച് നമ്മൾ ചെയ്യുന്നതാണ്. അതെങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ട, ജസ്റ്റ് ഷോർട്ട് കട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സോൾവ് ചെയ്യാൻ നോക്കിയാൽ 5x - 4x എന്ന് പറഞ്ഞാൽ X കിട്ടും. അതുപോലെ തന്നെ 45 - 48 എന്ന് പറഞ്ഞാൽ നമുക്ക് 3 കിട്ടും. ഡയറക്റ്റ് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഇനി വേറെ ചോദ്യം നോക്കിയാൽ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് X അല്ല കാണേണ്ടത്, ഇവിടെ Xന് പകരം A ആണ്. A അല്ല നമുക്ക് കാണേണ്ടത്, നമുക്ക് എന്താണ്, A കണ്ടതിന് ശേഷം A + 4ന്റെയും 10A - 1ന്റെയും മീൻ പ്രൊപ്പോർഷനിലാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഷോർട്ട് കട്ടിലും സോൾവ് ചെയ്ത് നോക്കിയാൽ ആദ്യം നമുക്ക് A കാണണം അല്ലേ. A കാണാൻ എന്ത് ചെയ്യും, 11 + A ഇൻറ്റു 19ന്റെ 25 ഡിഫറൻസ് 6 ആണ്. അതുപോലെ തന്നെ 19 + A ഇൻറ്റു 15ന്റെ 40 ഡിഫറൻസ്. ഇതാണ് സംഭവം. ഇത് സോൾവ് ചെയ്താൽ മതി. നോക്കിയാൽ ഒരു സൈഡിൽ 6A മറ്റേ സൈഡിൽ 4A എന്ന് പറഞ്ഞാൽ 2A കിട്ടും. 2A = എന്ത് കിട്ടും, 19 × 4 എന്ന് പറഞ്ഞാൽ 76 ആണ്. 11 × 6 എന്ന് പറഞ്ഞാൽ 66 ആണ്. ഒരു സൈഡിലോട്ട് പോകുമ്പോൾ 10 കിട്ടും. 2A = 10 ആണെങ്കിൽ A എന്ത് കിട്ടും, 5 കിട്ടും. ഇവിടുത്തെ A എന്ന് പറഞ്ഞാൽ 5 ആണ്. പക്ഷേ നമുക്ക് A അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് A + 4ന്റെ 10A - 1ന്റെ മീൻ പ്രൊപ്പോർഷനാണ്. മീൻ പ്രൊപ്പോർഷൻ നമുക്കറിയാം, Aന്റെയും Bന്റെയും മീൻ പ്രൊപ്പോർഷൻ എന്താ, √AB ആണ്. അപ്പോൾ ഇവിടെ A + 4 എന്ന് പറഞ്ഞാൽ 5 + 4 എന്ന് പറഞ്ഞാൽ 9 ആണ്. അതുപോലെ തന്നെ 10A - 1 എന്ന് പറഞ്ഞാൽ 50 - 1 എന്ന് പറഞ്ഞാൽ 49 ആണ്. ഇതിന്റെ മീൻ പ്രൊപ്പോർഷൻ എന്താ, ഇതിന്റെ മീൻ പ്രൊപ്പോർഷൻ പറഞ്ഞാൽ 3 × 7 എന്ത് കിട്ടും, 21 കിട്ടും. ആൻസർ ഓപ്ഷൻ B ആണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ അതൊന്ന് സോൾവ് ചെയ്തിട്ട് താഴെ ഈ ഷോർട്ട് കട്ടിൽ വെച്ച് എന്ത് ചെയ്യുക, സോൾവ് ചെയ്തിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ.